എൻ്റെ കൊച്ചുകുട്ടിക്കാലം മുതൽ പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൽ നിന്നും മുസ്ലിം സഹോദരന്മാരിൽ നിന്നും കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിസ്തു മത വിമർശനം എന്ന് പറയുന്നത് രണ്ടാം പ്രമാണം ലംഘിക്കുന്നവരാണ് കത്തോലിക്കർ എന്നുള്ളതാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒന്ന്, പഴയ നിയമത്തിലെ തെറ്റായ പല കൽപ്പനകളും ക്രിസ്ത്യാനികൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം പഴയ നിയമം സമ്പൂർണമായി സ്വീകരിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയാണ്, നീ ആകാശത്തിന് കീഴിലോ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും സ്വരൂപങ്ങൾ ഉണ്ടാക്കരുത്. അത് ലംഘിക്കുന്നവരാണ് കത്തോലിക്കർ എന്നുള്ളതാണ് വ്യാപകമായ ആരോപണം. അങ്ങനെ കത്തോലിക്കർ ദൈവവചനത്തിൻ്റെ വിരുദ്ധരായി മാറുകയാണ്. എന്നാൽ ഞാൻ കത്തോലിക്ക സഭയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ കൽപ്പന എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ആ കൽപ്പന വളരെ കൃത്യമായി അനുസരിക്കുന്ന വിഭാഗമാണ് ഇസ്ലാം സഹോദരന്മാർ. ഞാൻ ഹെഗലിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു. അപ്പോൾ ആ ആർട്ടിസ്റ്റിനോട് മത്സ്യം പറയാണ്, നീയെ ആത്മാവില്ലാത്ത എൻ്റെ ചിത്രം വരച്ചതുകൊണ്ട് നീ ദൈവത്തിൻ്റെ അള്ളാവിൻ്റെ മുമ്പിൽ നീയെ ചോദ്യം ചെയ്യപ്പെടും, അതുകൊണ്ട് നീയെ നരകത്തിയിൽ എറിയപ്പെടും. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു. വേറൊരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു ചിത്രകാരൻ മുന്തിരിച്ചെടി വരച്ചു. കാക്ക വിശന്ന് വലഞ്ഞ് വന്ന് ആ മുന്തിരിയുടെ ഭംഗി കണ്ടത് യാഥാർത്ഥ്യമുള്ളതാണെന്ന് കരുതി അതുമേ കൊത്തി അവൻ നിരാശനായി. അപ്പോൾ അവൻ പറഞ്ഞു, അന്തിമവിധി ദിവസത്തിൽ ദൈവം നിന്നെ ശിക്ഷിക്കട്ടെ. ഇതെല്ലാം 225 കൊല്ലം മുൻപ് എഴുതിയിട്ടുള്ള പുസ്തകത്തിലെ റഫറൻസുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത്ര രൂക്ഷമായിട്ട് ചിത്രം വരയെ നിഷേധിക്കുന്ന വിഭാഗമാണ് പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളും മുസ്ലിം സഹോദരന്മാരും. ഈ രണ്ട് വിഭാഗങ്ങളും അതിനെ നിഷേധിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇത് ഉപേക്ഷിച്ച കാരണമാണ് ഞാൻ കത്തോലിക്ക സഭേനെ സ്നേഹിക്കുന്നതെന്ന് പറയാൻ കാരണം എന്താണ്? ഇത് പറയുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ കൽപ്പന ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നതിന് നാളെ ഒരാൾക്ക് മറുപടി തരാൻ വേണ്ടി അവൻ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ ആ എപ്പിസോഡിൽ ചെയ്യുന്നത് എന്താണ്? അവൻ ചിത്രം വരയ്ക്കല്ല, ചിത്രം ഉണ്ടാക്കുകയാണ് ക്യാമറ ഉപയോഗിച്ചിട്ട്. അണ്ട് ചിത്രങ്ങൾ സംയോജിപ്പിച്ചിട്ടുള്ളതാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ലോകത്തിലെ ഏത് മുസ്ലിമിനാണ്, ലോകത്തിലെ ഏത് പെന്തക്കോസ്റ്റൽ സഭാ വിഭാഗക്കാരനാണ് ചിത്രം വരയ്ക്കാതെ, മനുഷ്യൻ്റെ ചിത്രം വരയ്ക്കാതെ ജീവിക്കാൻ കഴിയുക? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അപ്പം ചിത്രം വരയ്ക്കുക എന്നത് പാപമാണെങ്കിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡിന് മറുപടിയായിട്ടും മറ്റൊരു എപ്പിസോഡ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കൽ ഒരു സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഗ്ലോബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആകാശത്തിന് കീഴിലോ ഭൂമിയുടെ അടിയിലോ ഉള്ള യാതൊന്നിൻ്റെയും സാദൃശ്യം നീ നിർമ്മിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയുടെ സാദൃശ്യം നീ വീട്ടിൽ വെച്ചിരിക്കുക, എടുത്ത് കളയാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിത് അമേരിക്കയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. കൽപ്പന പാലിക്കാത്ത ആളല്ലേ, കൽപ്പന പാലിക്കണ്ടേ? പ്രിയമുള്ളവരെ, മാത്രമല്ല
ഞാൻ എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് അനുഭവിച്ചിരുന്ന വലിയൊരു വേദനയുണ്ട്. എന്താണെന്നറിയും, എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ പീരീഡ് ഞാൻ ഡ്രോയിങ് ബുക്കും കൊണ്ടുപോവില്ല, പെൻസിലും കൊണ്ടുപോവില്ല, റബ്ബറും കൊണ്ടുപോവില്ല. എല്ലാ ദിവസവും അടിയാണ് ഇത് കൊണ്ടുവരാത്തതിന്. കാരണം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഞാൻ പരിഹാസ്യനാകും, എനിക്ക് വരയ്ക്കാൻ അറിയില്ല. പ്രീ ഡിഗ്രിക്ക് ഞാൻ എൻ്റെ അപ്പൻ എന്നെ നിർബന്ധപൂർവ്വം ഡോക്ടറാവാൻ വേണ്ടി സെക്കൻഡ് ഗ്രൂപ്പിന് ചേർത്തി. ഡോക്ടർ ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കണം, സുവോളജി, ബോട്ടണി. ആകാശത്തിൻ്റെ കീഴിലോ സമുദ്രത്തിലുള്ള യാതൊന്നിൻ്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ബോട്ടണിയും സുവോളജിയും പഠിക്കാൻ പറ്റുക? അതിൽ നിറച്ച് ഈ ചിത്രങ്ങളാണ്. ഞാനവിടെ പരാജയപ്പെട്ടതിൻ്റെ കാരണം എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രായോഗികമായിട്ട് ഞാൻ ഈ കൽപ്പന അനുസരിക്കുന്ന ആളാണ്. എന്തുകൊണ്ട്? എനിക്കറിയില്ലേ. എന്നാൽ ഒരുവന് ഡോക്ടർ ആകണമെങ്കിൽ, ഒരുവൻ എഞ്ചിനീയർ ആവണമെങ്കിൽ എന്തു വേണം? ഡ്രോയിങ് പഠിക്കണം. അവന് മോൾഡ് ഉണ്ടാക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ പരിശോധിച്ച് നോക്കുക. ആദ്യം തന്നെ എന്താ ചെയ്യണത്? അതിനെ നന്നായി സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതൊന്നുമില്ലെങ്കിൽ ഒരു പുലിയുടെ മുഖത്തിൻ്റെ ഷേപ്പാവും, അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ ബാക്കാവും. ആദ്യം തന്നെ ചെയ്യുക ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ചിത്രം വരെയാണ്. രണ്ടാമത്തെ പണി എന്ന് വെച്ചാൽ അതിൻ്റെ മോൾഡ് ഉണ്ടാക്കലാണ്. മോൾഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിമ ഉണ്ടാക്കണം. ആ പ്രതിമ ഉണ്ടാക്കിയിട്ട് വേണം മോൾഡ് ഉണ്ടാക്കാൻ. മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ അച്ചിലാണ് എല്ലാ സാധനങ്ങളും നിർമ്മിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിസ് എന്ന് പറയുന്നത് മോൾഡ് ഉണ്ടാക്കലാണ്. മോൾഡിൻ്റെ ബേസിസ് സ്കൾപ്ചർ ഉണ്ടാക്കലാണ്. പ്രതിമയുടെ ബേസിസ് ചിത്രം വരയ്ക്കലാണ്. ചിത്രം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ചിത്രം? ആകാശത്തിൻ്റെ കീഴിലും ഭൂമിയിലും കടലിലുമുള്ള ജീവജാലങ്ങളുടെയും ഈ ഭൂമിയുടെയും തന്നെ ചിത്രം ഉണ്ടാക്കലാണ് ആദ്യത്തെ പണി. അപ്പോൾ ഈ ചിത്രം ഉണ്ടാക്കിയവരൊക്കെ നരകത്തിൽ പോകുമെങ്കിൽ നിങ്ങൾ ഒരു സാധനം ഉപയോഗിക്കരുത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു കൽപ്പനയെ യുക്തിക്കനുസരിച്ചിട്ട് പരിശോധിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യാതെ ആകാശത്തിന് ഈ കൽപ്പന ലംഘിച്ചു, രണ്ടാം പ്രമാണത്തിൽ വെള്ളം ചേർത്തു എന്ന് നുണ പറയുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കൽപ്പന കൃത്യമായിട്ട് പാലിക്കണമെന്ന്, അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർ നാളെ ഇതിനെതിരെ ഒരു എപ്പിസോഡ് ചെയ്ത് അനേകം ചിത്രങ്ങൾ എടുത്ത് ഞെളിഞ്ഞിരുന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ആകാശത്തിന് കീഴിലെ ഭൂമിക്ക് മുകളിലും കടലിലുമുള്ള സകല ജീവജാലങ്ങളുടെയും ചിത്രം വരയ്ക്കുകയും രൂപമുണ്ടാക്കുകയും മോൾഡ് ഉണ്ടാക്കുകയും അതുകൊണ്ട് മോട്ടോർ സൈക്കിളും കാറുകളും ഉണ്ടാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആ കൽപ്പന ലംഘിച്ചതിന് മാത്രമല്ല, എന്തുകൊണ്ട് ഒരു റോഡ് ഡിസൈൻ ചെയ്യാനായിട്ട് അറബികൾക്ക് പറ്റില്ല? അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കാരാണ്. UAE വളരുന്നു, സൗദി അറേബ്യ വളരുന്നു. പ്ലാൻ വരയ്ക്കണം ആദ്യം. താജ്മഹാൾ പണിത ശില്പിനെ കൊല്ലണം. എന്തുകൊണ്ടാണ്? ആ ശില്പി ആദ്യം ചെയ്യുക താജ്മഹാളിൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കലാണ്. അപ്പോൾ അവൻ പാപിയാണ്, അപ്പോൾ അവനെ കൊല്ലണം. അവൻ നരകത്തിൽ പോവും. കാരണം ചിത്രം വരയ്ക്കുന്നവരൊക്കെ നരകത്തിൽ പോകുന്നവരാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചെന്ന് എവിടെയാണ് ജോലി ചെയ്യണത്? അവൻ പറഞ്ഞു, ഞാൻ ടെസ്ല കമ്പനിയുടെ ഡിസൈൻ്റെ ഹെഡാണ് അമേരിക്കയിൽ. അപ്പോൾ എങ്ങനെ അതിലേക്ക് പോയി? എനിക്ക് ആകെ അറിയാവുന്ന ചിത്രം വരെയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ചിത്രം വരക്കാരാണ്. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് എൻജിനീയർ എന്നോട് പറഞ്ഞു, ചിത്രം വരയ്ക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ല കോഴ്സാണ് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്. ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് കോഴ്സ്. അതാണ് ഇൻഡസ്ട്രിയുടെ ബേസിസ്. കേരളത്തിലെ എല്ലാ ഇൻഡസ്ട്രി അടച്ചു പൂട്ടിയത് കൊണ്ട് അത് പഠിച്ചവർക്ക് ഇവിടെ കൈലൂത്തി നടക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റില്ല. ഉപകാരമുള്ളൊരു സാധനവും കേരളത്തിൽ വളർത്തില്ലല്ലോ, ഇന്ത്യയിലും ഇല്ലേ. അത് ചെയ്തിരുന്നവരാണ് കരുവാന്മാരൊക്കെ. അവരൊക്കെ വിദേശത്തേക്ക് പോയി. അപ്പോൾ പ്രിയമുള്ളവർ, ടൂൾ ആൻഡ് ടൈം മേക്കിംഗ് പഠിച്ച അവൻ ചിത്രം വരയ്ക്കാൻ കഴിയുന്നതുകൊണ്ട് അത് നന്നായി പഠിച്ചു. അതറിയാവുന്നതുകൊണ്ട് ടെസ്ല കമ്പനി
അവനെ നല്ല ചിത്രം വരക്കാരനും നല്ല ഡിസൈനറായിട്ട് സ്വീകരിച്ചു. അവൻ അതിൻ്റെ ഡിസൈൻ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. അപ്പം അതുകൊണ്ട് രണ്ടാം പ്രമാണം ലംഘിക്കാൻ എന്നെ പഠിപ്പിച്ച കത്തോലിക്ക സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരടിത്തറയിട്ട ഈ സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. നന്ദി.